ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥില മിസ്സാണ്. മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്നൊരു ടോപ്പിക്കാണ് അല്ലേ? ഏതാണ്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവാപ്പറേഷൻ? ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും എൻ്റെ കുട്ടികൾക്ക് മാറി ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ വീട്ടിൽ വെറുതെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്ന ഒരു വെള്ളം ബോട്ടിൽ എടുത്ത് പുറത്ത് വെച്ചാൽ അതിന് ചുറ്റും കുറേ വാട്ടർ മോളിക്യൂൾസ് പറ്റിപ്പിടിച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ഇനി നമ്മുടെ നനഞ്ഞ ഒരു ഡ്രസ്സ് നമ്മൾ അയയിൽ വിരിച്ചിട്ടു, കുറച്ച് കഴിയുമ്പോൾ അതിൽ ഉണങ്ങിയതായിട്ട് കാണാൻ പറ്റും. അതായത് ആ ഡ്രസ്സിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ എങ്ങോട്ടോ പോയിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സിനെ ചൂടാക്കിയോ, നമ്മൾ അടിയിൽ കൊണ്ടുപോയിട്ട് തീ കത്തിച്ചോ? ഇല്ല അല്ലേ? സോ മക്കളെ, നോർമൽ ടെമ്പറേച്ചറിൽ, നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഈ പറഞ്ഞ വാട്ടറിന്, ഒരു ലിക്വിഡിന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാനുള്ള കഴിവുണ്ട്. ഒരു വെള്ളത്തിന് നീരാവിയാകാൻ, വാട്ടറിന് ലിക്വിഡ് ആകാൻ, വേപ്പർ ആവാനുള്ള എബിലിറ്റി ഉണ്ട് ബിലോ ദെയർ ബോയിലിംഗ് പോയിന്റ്. അവരെ തിളപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതിന്? ഇല്ല. നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ഇത് പോസിബിൾ ആണ്. സോ ഈ ഒരു ഫിനോമിനനെ, അതായത് ദ ഫിനോമിനൻ ഓഫ് ചേഞ്ച് ഓഫ് എ ലിക്വിഡ് ഇൻ ടു വേപ്പേഴ്സ് അറ്റ് എനി ടെമ്പറേച്ചർ, ബോയിലിംഗ് പോയിന്റിൽ അവർ തിളപ്പിക്കൊന്നും വേണ്ട, നമ്മുടെ റൂം ടെമ്പറേച്ചർ തന്നെ മതി, അവരെന്ത് ചെയ്യും? ലിക്വിഡ് എന്ത് ചെയ്യുക? വേപ്പറായിട്ട് മാറുന്നു. ഈ ഒരു ഫിനോമിനനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഒരു ആവേശ സിനിമ കണ്ടപ്പോൾ നമ്മുടെ ആളെ അല്ലെ, രംഗണ്ണനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതേപോലെ ഇവാപ്പറേഷനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഫസ്റ്റ് വൺ ആണ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അമ്മ പറയാറുണ്ട് അല്ലേ, മോളെ നല്ല തുണി നല്ല വിരിച്ചിടണം, തുണി നല്ല നൂർത്തിയിട്ടാൽ, അമ്മയോടൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ. നനഞ്ഞ തുണി ചുരുട്ടി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങില്ല, പക്ഷെ അത് നല്ലപോലെ നിവർത്തി ഇട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങും. അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നതെന്നറിയോ? അതായത് നനഞ്ഞ തുണി, നമ്മളിങ്ങനെ തുണി വിരിച്ചിടുമ്പോൾ സർഫസ് ഏരിയ കൂടുന്നു. സർഫസ് ഏരിയ കൂടുമ്പോൾ കൂടുതൽ വാട്ടർ മോളിക്യൂൾസിന് വേപ്പറായിട്ട് മാറാനായിട്ട് സാധിക്കും. ചുരുട്ടിയിടുമ്പോൾ സർഫസ് ഏരിയ വളരെ കുറവാണ് അല്ലേ? അപ്പം തന്നെ എന്താ സംഭവിക്കുക? കുറച്ച് വാട്ടർ മോളിക്യൂൾസ് മാത്രമേ വേപ്പർ ആവുന്നുള്ളൂ. സോ സർഫസ് ഏരിയ കൂടുമ്പോൾ ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടും. ഇനി രണ്ടാമത്തേതാണ് ടെമ്പറേച്ചർ. നല്ല ചൂടുള്ള ദിവസമാണെങ്കിൽ വേഗത്തിൽ ഡ്രസ്സ് ഉണങ്ങും അല്ലേ? പക്ഷെ മഴക്കാലമാണെങ്കിൽ ഡ്രസ്സ് ഉണങ്ങാനേ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടും. അതുകൊണ്ടാണ് വേഗത്തിൽ, ചൂടുള്ള നല്ല വെയിലുള്ള ദിവസത്തിൽ വേഗത്തിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തേതാണ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂടിയാൽ ഇവാപ്പറേഷൻ കൂടും. രണ്ടാമത്തെ ആളേതാ? ടെമ്പറേച്ചർ ആണ് അല്ലേ? ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടിയാൽ ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടും. ഇനി മൂന്നാമത്തേതാണ് ഹ്യൂമിഡിറ്റി. എന്താ മക്കളെ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നോർമലി തന്നെ നമ്മുടെ എയറിൽ, നമുക്ക് ചുറ്റും എയർ ആണുള്ളത് അല്ലേ? ഈ എയറിൽ കുറച്ച് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഈ പറഞ്ഞ എയറിലുള്ള വാട്ടർ മോളിക്യൂൾസിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കേട്ടോ, നോർമലി ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഓൾറെഡി എയറിൽ കുറേ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. നമ്മൾ നനഞ്ഞൊരു തുണി കൊണ്ടിട്ടു, ഈ വെള്ളത്തിന് വീണ്ടും എയറിലേക്ക് പോകാനായിട്ട് പറ്റുമോ? പറ്റില്ല. എയറിന് ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന വെള്ളത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? ഇപ്പോൾ നമ്മളൊരു കുപ്പി എടുത്താൽ ആ കുപ്പിയിൽ ഒഴിച്ചു വെക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവിന് ഒരു പരിമിതി ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. അതേപോലെ നമുക്ക് ചുറ്റുമുള്ള എയറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ മോളിക്യൂളിൻ്റെ അളവിന് ഒരു ലിമിറ്റ് ഉണ്ട്. സോ ബേസിക്കലി ഈ പറഞ്ഞ് നമ്മൾ ഡ്രസ്സ് കൊണ്ട് വിരിക്കുമ്പോൾ ഇവാപ്പറേഷൻ സംഭവിച്ച വാട്ടർ മോളിക്യൂൾ അങ്ങോട്ടേക്ക് പോവുക, വേപ്പർ ആവുക. അപ്പോൾ ഓൾറെഡി എയറിൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന അത്രയും വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ പിന്നെ എയറിന് പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. സോ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, എയറിൻ്റെ കയ്യിലുള്ള വാട്ടർ മോളിക്യൂൾസ് കൂടുതലാണെങ്കിൽ ഇവാപ്പറേഷൻ്റെ റേറ്റ് കുറയും. ഒരു ഡ്രൈ ഡേ, ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടും. ഓക്കെ ആണോ? ഇനി നാലാമത്തെ ഫാക്ടറാണ് വിൻഡ് സ്പീഡ് എന്ന് പറയുന്നത്, കാറ്റിൻ്റെ വേഗത. അതായത് നല്ല കാറ്റുള്ള ദിവസം വേഗത്തിൽ ഇവാപ്പറേഷൻ നടക്കും, വേഗത്തിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങി വരുന്നതായിട്ട്. എന്തുകൊണ്ടാണ്? ഇപ്പം ഞാൻ ഇവിടെ നനഞ്ഞ തുണിയാണ്, എന്നെ നിങ്ങൾ അയ്യൽ കൊണ്ട് തൂക്കിയിട്ടു, എൻ്റെ മേത്തുള്ള വെള്ളമൊക്കെ കൂടെ എന്ത് ചെയ്തു? ഇവാപ്പറേറ്റ് ചെയ്ത് എയറിലേക്ക് എത്തി. ഇവിടെ ഇപ്പം മുഴുവൻ വാട്ടർ വേപ്പർ. നല്ലൊരു കാറ്റ് വന്നു,
എന്താ സംഭവിക്കുക? ഈ വാട്ടർ മോളിക്യൂൾ മുഴുവൻ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ഹ്യൂമിഡിറ്റി കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും എൻ്റെ കയ്യിലുള്ള കുറേ വാട്ടർ മോളിക്യൂൾ ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പറാകും. കാറ്റടിക്കും, അവർ ദൂരത്തോട്ട് പോകും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. സോ നല്ല കാറ്റുള്ള ദിവസമാണെങ്കിൽ ഈ പറഞ്ഞ ഇവാപ്പറേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ 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 കൂടുതലായിരിക്കും. അപ്പം മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആരും പരീക്ഷയ്ക്ക് പോകാനായിട്ട് പാടില്ല കേട്ടോ. സോ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. ഇനി ഇതേപോലെ നല്ല അടിപൊളി ക്ലാസ്സസും ഈ ഇവാപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് 9 CBSE നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാം. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ ഇനി ഇതുപോലെ ഏത് ടോപ്പിക്കാണ് എൻ്റെ മക്കൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.